ചങ്ങായിമാരെല്ലാവർക്കും സുഖല്ലേ? ഓണത്തിന്റെ തിരക്കായിരുന്നു, ഉത്രാടപ്പാച്ചിലായിരുന്നു. ഇപ്പോഴാണ് വീട്ടിലെത്തിയത്. വീട്ടിലെത്തി നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിന്റെ വീഡിയോ. എനിക്ക് അൻസാരി ഉസ്താദ് അത്രമേൽ പ്രിയപ്പെട്ടവനാകുന്നതിന്റെ കാരണം എന്താ പറയാ, അദ്ദേഹം സംഘപരിവാറിനെ വിമർശിക്കുന്നത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം സംഘപരിവാറിനെ വിമർശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആൾക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട്. ആ കോപ്രായത്തെയും നിശ്ചിതമായി വിമർശിക്കും. അതുകൊണ്ടുകൂടിയാണ് അൻസാരി ഉസ്താദ് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാകുന്നത്. ഇന്ന് അദ്ദേഹം ചെയ്ത വീഡിയോ നബിദിനവുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിലേറെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്തുമാത്രം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. അത് കണ്ടിട്ട് ഒരു ഹിന്ദുവായി എനിക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിമായ നിങ്ങൾക്ക് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ആ വേദനയാണ് ഇന്ന് അൻസാരി ഉസ്താദ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. നമുക്കെന്തായാലും എന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദ് നബിദിനുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന കോപ്രായങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ബാ. Chess number 1 on the stage. You. Oh. എടുത്തമിട്ടല്ലോ കുറച്ചു. എന്താ പോയി ബുദ്ധിമുട്ടല്ലേ? ഇസ്ലാമിക കലാരൂപം തന്നെ. അത് കഴിഞ്ഞ് ചെസ് നമ്പർ 2 ഓൺ ദ സ്റ്റേജ്. എന്റെ പാട്ടൊക്കെയാണ് ഒളിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇവിടെ ഈ കളിക്കുന്നതൊക്കെ ചെറിയ മക്കളാണ്. അവരുടെ പ്രായത്തിന്റെ ചാമ്പല്യവും അവരുടെ പക്വതക്കുറവും അറിവില്ലായ്മയൊക്കെ ഒത്തുകൂടുമ്പോൾ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നടത്തിപ്പുകാരായ സംഘാടകരായ ആളുകൾ മഹല്ല് കമ്മിറ്റിക്കാരായിരിക്കും. അവർക്കൊക്കെ ഒരു ബോധം വേണമല്ലോ. എന്താണ് ഈ ദഫ് മുട്ട് എന്നുള്ളവർ ചിന്തിക്കണ്ടേ? കയ്യിലൊരു ദഫും പ്രവാചക പ്രകീർത്തനം ഉണ്ട് എങ്കിൽ എന്ത് കാണിച്ചാലും അതൊക്കെ ദഫ് മുട്ടാവൂ. ഇത് ഒന്നാന്തരം സിനിമാറ്റിക് ഡാൻസ് ആണ്. ഇവിടെ ദഫിന് പ്രസക്തിയുള്ളത്. ദഫ് മുട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർ മൂടും മുന്നിട്ട് കുലുക്കുകയാണ്. ഇവിടെ ദഫ് അവിടെ അടിക്കുന്നത്. ഇത് ഒന്നാന്തരം സിനിമാറ്റിക് ഡാൻസ് അല്ലേ? അല്ല എന്താണ് ഇതിനകത്തുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനത്തിന്റെ അകമ്പടിയിൽ എന്ത് കിടന്ന് കാണിച്ചാലും എന്ത് കിടന്ന് പൊളഞ്ഞാലും അതൊക്കെ ദഫും അതൊക്കെ റസൂലുള്ളാഹിനെ ഹുബ്ബ് വെക്കുന്നതിന്റെ ഭാഗമാകും. ഇതിനൊക്കെ ഒരു അനുകരണീയമായ മാതൃകയില്ലേ? ഇപ്പം നിങ്ങൾക്ക് അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കോയ കാപ്പാൻ്റെ നമ്പർ തരാം. മഹല്ല് കമ്മിറ്റിക്കാർ ആരാണെന്ന് വെച്ചാൽ അവർ മെസ്സേജ് അയക്കുക. നിങ്ങൾ അവരോടൊക്കെ ചോദിക്കുക എന്താണ് ഈ ദഫിന്റെ മാതൃക എന്നുള്ളത്. നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ യുവജനോത്സവത്തിൽ എല്ലാ വർഷവും ഈ ദഫ് മുട്ട് മത്സരം ഉണ്ടാവും. ജഡ്ജസ്മാരുണ്ടാവും. എന്തിനായി ജഡ്ജസ്മാരെ വെക്കേണ്ടി വരുന്നത്? ഇതിനൊരു കൃത്യമായ മാർഗരേഖയുണ്ട്. ആ മാർഗരേഖ ലംഘിക്കാതിരിക്കാനും മാർഗരേഖയിൽ ഏറ്റവും ഭംഗിയായി അത് ആരാണോ അനുവർത്തിക്കുന്നത് അവർക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ്. അല്ല തോന്നിയ പോലുള്ള കളിയല്ല. ഓരോ വർഷവും ഇതിന്റെ എക്സ്ട്രീം ലെവലിലേക്ക് പിടുത്തം വിടുകയാണ്. എന്താണ് ഇവർ കാണിക്കുന്നത് പോലും മനസ്സിലാകുന്നില്ല. അവിടെ ഇരിക്കുന്ന മതപണ്ഡിതന്മാർ ഒരു അർത്ഥത്തിൽ പറഞ്ഞ അസ്വസ്ഥരാകുകയാണ്. സ്ഥലന്മാർ പോലും അസ്വസ്ഥരാകുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ദഫ് മുട്ട് പഠിപ്പിക്കുന്നത് ദഫ് മുട്ടിൽ പരിചയിച്ച ആളുകളൊന്നുമല്ല, മറിച്ച് ഈ ഡാൻസ് മാസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് ദഫിന് പ്രസക്തി ഇല്ലല്ലോ. കുട്ടികളുടെ ശരീരം കുലുങ്ങുകയും അവർ നൃത്തം വെക്കുന്നതിനാണ് പ്രസക്തി. എന്തൊരു ആഭാസത്തരം ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ് ഇതൊക്കെ കാണിക്കുക. ഞാൻ ഈ വിഷയം എടുത്ത് പറയേണ്ടി വന്ന് ഓരോ വർഷം കഴിയും തോറും പിടുത്തം വിടുകയാണ്. ദഫ് മുട്ട് എന്ന പേരിൽ ഇതിന്റെ പിടുത്തം വിട്ടിട്ട് എന്തെല്ലാം കാട്ടുക, തലകുത്തി മറിയുക, ചാടുക, ഓടുക. എനിക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് അൻസാരി ഉസ്താദും പറയുന്നത്. പലപ്പോഴായി ഞാൻ കണ്ടിട്ടുണ്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നതെന്ന്. ഞാൻ ഇതെന്റെ ഒരു മുസ്ലിം സുഹൃത്തിനോട് പറഞ്ഞു, എടാ ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോ? ഇതൊക്കെ കോപ്രായങ്ങളല്ലേ? അപ്പൊ അവൻ പറഞ്ഞു ഇത് കോപ്രായങ്ങളല്ല, കോപ്രായങ്ങളുടെ മേൽ കോപ്രായങ്ങളാണ്. കാരണം ഇതൊക്കെ ഭക്തിയല്ലെന്നേ. ഇതിപ്പോ ഭക്തി മാറി ഇതൊക്കെ വാശിയാണ്. അതായത് അപ്പുറത്തുള്ളവൻ ചെയ്യുന്നതിനെയും കാട്ടി സൂപ്പറായിട്ട് നമ്മൾ ചെയ്യണം, നമ്മളെയും കാട്ടി സൂപ്പറായിട്ട് അവൻ ചെയ്യാൻ പാടില്ല. ഇല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് കോപ്രായം കാണിച്ചാലും നമ്മളെ മാത്രം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരുടെ ഷോ ഓഫ് മാത്രമായിട്ട് ഇതുപോലുള്ള നബിദിന പരിപാടികളെ വരെ ചില ആൾക്കാർ കൊണ്ട് ചെന്ന് എത്തിച്ചു കളഞ്ഞു. ഇത് ഞാനിപ്പോ മുസ്ലിം സമുദായത്തിന് മാത്രം പറഞ്ഞല്ലട്ടാ, എന്റെ ഹിന്ദു സമുദായത്തിലും ഇതുപോലുള്ള ഒരുപാട് കോപ്രായങ്ങളുണ്ട്. എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ ആ ആഘോഷങ്ങളൊക്കെ എങ്ങനെ കോപ്രായമാക്കാൻ പറ്റുമോ അതുമാതിരി കോപ്രായമാക്കുന്ന ഒരുപാട് ആൾക്കാർ ഹിന്ദുവിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്, ഇതുപോലെ മുസ്ലിങ്ങളിലുണ്ട്. നമുക്ക് എന്തായാലും അൻസാരി ഉസ്താദ് അടുത്തതായി എന്താ പറയുന്നതും കൂടി കേട്ടിട്ട് വരാം. നമുക്കൊരു സംസ്കാരമില്ലേ? നമുക്കൊരു സഭ്യതയില്ലേ? ഒരു മര്യാദയില്ലേ? ഒന്നുമല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ സ്വഹാബികൾ അതോടൊപ്പം കുട്ടികളൊക്കെ ദഫ് മുട്ടി സ്വീകരിച്ചു എന്നതിന്റെ മാതൃകയിൽ നമ്മൾ അതിനെ അനുവർത്തിച്ചു കൊണ്ടാണല്ലോ പിന്നീട് നമ്മൾ ഈ ദഫ് മുട്ട് എന്ന കലാരൂപം സമൂഹത്തിൽ വ്യാപകമായി വരുന്നത്. അപ്പൊ അതിനൊരു മര്യാദയും മതവും ഒക്കെ പഠിപ്പിച്ചൊരു നേതാവിന്റെ അനുയായികളാകുമ്പോൾ ആ മര്യാദ നമ്മളിലും കാണണം. നമ്മൾ ഈ തുള്ളലിന്റെ ഈ ചാടലിന്റെ ആളുകളൊന്നുമല്ല.
നമുക്ക് എല്ലാത്തിലും ഒരു കൃത്യമായ മാർഗരേഖ, അനക്കവും അടക്കത്തിലും ചിട്ടയിലും ഒക്കെ കൃത്യമായ മാർഗരേഖ ഉള്ള ഒരു ജീവിത ശൈലി പഠിപ്പിച്ച ഒരു മതത്തിന്റെ ഭാഗമാണ് നമ്മൾ. അപ്പൊ നമ്മളിൽ നിന്ന് ആ മര്യാദയൊക്കെ നമ്മൾ പാലിക്കണ്ടേ? സത്യത്തിൽ ഇതൊക്കെ എടുത്ത് ക്ലിപ്പാക്കി വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ ഒരു കൂട്ടം ആളുകൾ പരിഹസിക്കുകയാണ്. എന്നാൽ ഇവിടെ മാതൃകാപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ എല്ലാ സമൂഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ നൽകുന്ന സന്ദേശം, ആ മാനവികതയൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവർക്ക് കൂടി മനസ്സിലാകുന്ന രൂപത്തിൽ പ്രഭാഷണങ്ങൾ, ഒരു സ്ഥലത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നു, മറ്റൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീർത്തനങ്ങൾ, മൗലിദ്, ബുർദ മജ്ലിസുകൾ നടക്കുന്നു. കൊച്ചുകുട്ടികളുടെ രസകരമായ കുഞ്ഞിളം നാവിലൂടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള പാട്ട്, കഥകൾ, അതുപോലെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നു. ആ കൂട്ടത്തിൽ ഈ പരിപാടികളുടെയൊക്കെ ഒളി മങ്ങാൻ വേണ്ടി ഇമാതിരിയുള്ള കൂത്താട്ടവും, ഇത് എല്ലാ മഹല്ല് കമ്മിറ്റിയും കൃത്യമായി ജാഗ്രത പാലിക്കുകയും ഇതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തി ആ ദഫ്മുട്ട് വേണം. ഉമ്മമാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, മക്കൾ എല്ലാ വർഷവും ദഫ്മുട്ടെന്നൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതും ഈ ദഫ്മുട്ടിനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, രാത്രി അർദ്ധരാത്രിയാകുമ്പോഴും എല്ലാ പരിപാടി കഴിഞ്ഞ് ദഫ്മുട്ട് കാണാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കും, എല്ലാ രക്ഷകർത്താക്കളും. അപ്പൊ അവരുടെ മുമ്പിൽ കുട്ടികളെ അതവോടുകൂടി നമ്മളുടെ ദീൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ ആ മര്യാദയോടുകൂടി നമ്മളിങ്ങനെ കളിക്കുക, അല്ലാതെ ഈ ആഭാസത്തരത്തിലേക്ക് നമ്മൾ പോകരുത്. അതോടൊപ്പം തന്നെ ഇപ്പൊ നാളെ റാലി നടക്കാൻ പോകും. ഈ റാലിയിലും ഇരു കരകളിലും സ്ത്രീകൾ ഇങ്ങനെ തടിച്ചുകൂടും. അപ്പൊ അവരുടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി കുറെ ചെറുപ്പക്കാർ, എല്ലാവരും ഒന്നുമല്ല, കുറെ ചെറുപ്പക്കാർ ഇതേ ഡാൻസ് കാണിക്കുന്നുണ്ട്. എന്തെല്ലാം കാണിക്കുന്നു. മറ്റേ ഞങ്ങളുടെ ഇവിടെ ഈ ആലപ്പുഴ വളഞ്ഞൊരു ഭാഗത്ത് ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പെട്രോൾ അതിനെ വായിലാക്കിയിട്ട് ഇങ്ങനെ തുപ്പുക. ഇതൊക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിലാണല്ലോ. ഡാൻസ്, DJ, ഈ ഡി ജെയുടെ ഒക്കെ പിന്നിലുള്ള മനഃശാസ്ത്രം മറ്റൊന്നുമല്ല. എല്ലാ സമൂഹങ്ങൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു പരിപാടിയിൽ തുള്ളാനും അവർക്ക് ആളുടെ മുമ്പിൽ ഷോ കാണിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. മുസ്ലിം സമൂഹത്തിന് അതില്ലാത്ത. അപ്പൊ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ലേബിലായിക്കോട്ടെ, ആ പേരിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറെ ചെറുപ്പക്കാർ തുള്ളുന്നത്. എന്റെ പൊന്നുമക്കളെ, ഏറ്റവും വലിയ മര്യാദ പഠിപ്പിച്ചൊരു നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് ആ ഒരു മര്യാദ നമ്മളിൽ നിന്നുണ്ടാകണം, നമ്മിൽ നിന്ന് ആവിർഭവിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റിക്കാരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും നാളെ റാലിയിലൊക്കെ ഈ അദബും മര്യാദയൊക്കെ പാലിക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം. പടച്ചവൻ അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം പിരിശം വെച്ചവരിൽ നമ്മളെയൊക്കെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ അറിയാ, എന്റെ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ടോ അത്രമാത്രം തന്നെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഉസ്താദ് പറഞ്ഞ പോലെ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നവര് ശരിക്കും പറഞ്ഞ വിശ്വാസം ഉള്ളവരായിരിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു മതത്തെ മൊത്തം പറയിപ്പിക്കുന്ന രീതിയിൽ കോമാളിത്തരങ്ങൾ കാണിക്കരുതേ ദയവ് ചെയ്തിട്ട്. ഞാനിത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. മുസ്ലിങ്ങൾ എത്ര നല്ലത് ചെയ്താലും അതൊന്നും കാണാത്ത ഒരു ഹാർപ്പിക് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു പരനാറിയുണ്ട്. എന്ത് നല്ലത് ചെയ്താലും അതിൽ കുറ്റം മാത്രം കാണുന്ന പരനാറി. ആ പരനാറിന്റെ അടുക്കെല്ലാം ഇതുപോലുള്ള വീഡിയോ പോയി ചെന്നെത്തി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കൊണ്ട് ഒരു 10 വർഷം, കുറഞ്ഞതൊരു 10 വർഷം സംഘികളെ സുഖിപ്പിച്ചിട്ട് ആ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള തന്തയില്ലായ്മ കാണിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഈ വീഡിയോ പോകുന്നത് എന്നുള്ള ഒരു ഭയം കൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് എനിക്ക് മുസ്ലിം മതത്തിലുള്ള തുച്ഛമായ അറിവ് വെച്ച് പറഞ്ഞതാട്ടാ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്റെ മുസ്ലിം സഹോദരങ്ങൾ എന്നോട് ക്ഷമിക്കുക. അൻസാരി ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ അത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്, എനിക്കും കൂടി വേദന ഉണ്ടായത് കൊണ്ട് കൂടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നാളെ ഓണവും നബിദിനവും ഒരുമിച്ച് വരികയാണ്. ഇനി ഇതുപോലുള്ള കോപ്രായങ്ങളുമായി അവർ വീണ്ടും നമ്മുടെ മുന്നിലെത്തും. അപ്പോഴെങ്കിലും നമുക്ക് അവരോട് മാന്യമായി, അടികൂടിയിട്ടല്ല, മാന്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അവർ നമ്മളെ തന്തവീവുകളാക്കും, നമ്മളെ ചിലപ്പോൾ തന്തക്ക് വരെ വിളിക്കും. അപ്പോഴും മാന്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇതൊന്നും ശരിയല്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഈ കോപ്രായങ്ങൾ ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. വിശ്വാസമുള്ളവരെ മൊത്തം ബാധിക്കുന്ന ഇമാതിരി കോപ്രായങ്ങൾ നിങ്ങൾ ചെയ്യണ്ട എന്ന് തന്നെ പറയുക. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു ഓണാശംസകളും നല്ലൊരു നബിദിനാശംസകളും. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട അൻസാരി ഉസ്താദിനും നല്ലൊരു സുലാനും.